രാവിലത്തെ ചെറിയൊരു പരിപാടി കേട്ടോ. ഉപ്പുമാവാണ് ചായക്ക് കടി. ഉപ്പുമാവും പപ്പടവും പഴവും. ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ക്യാരറ്റ്, പച്ചമുളക്, ഉള്ളിയൊക്കെ തന്നെ വഴറ്റി വെള്ളം ഒഴിച്ച് നമ്മൾ സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവാട്ടോ ഉണ്ടാക്കണത്. അതും പഴമുണ്ട് പപ്പടമുണ്ട്, പിന്നെ അത് മതിയല്ലോ. ഉപ്പുമാവുമ്പോൾ പിന്നെ പഴം വേണം, പഴമാകുമ്പോൾ പിന്നെ ഉപ്പുമാവുമ്പോൾ പപ്പടം വേണം, പിന്നെ പഴമുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി എൻ്റെ വീട്ടിലാട്ടോ. ഉപ്പുമാവിൻ്റെ പരിപാടി അനിയത്തിയാണ് നോക്കുന്നത്. പിന്നെ ഞാൻ ഫോൺ എടുക്കുന്ന പരിപാടിയാണ്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ മോനുണ്ട് ഇങ്ങനെ വരുന്നു കേട്ടോ. ഏട്ടൻ്റെ മോനാണ്. എന്തൊക്കെ ഇവിടെ കലാപരിപാടി. ഇത്രയും ദിവസം അവരായിരുന്നു. ഇന്നിപ്പോൾ എന്താ അമ്മായികളൊക്കെ അടുക്കള കൈവശപ്പെടുത്തിയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എത്തിയപ്പോൾ നോക്കുക കേട്ടോ. ഇവിടെ അവർ ചെറിയേട്ടനും വലിയേട്ടനും ഓരോ ഫാമിലിയാണ് താമസിക്കുന്നത്. ഞങ്ങളിങ്ങനെ കണ്ടു പോയതാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഞങ്ങളുടെ അടുത്താണ് അടുത്തത് കൈവശപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇതാണ് തോന്നുന്നത്. അവന് കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഒരു ദിവസം പോയപ്പോൾ എന്താ ഇവർ എന്നൊക്കെ വിചാരിച്ചിരിക്കട്ടെ. ഞങ്ങൾ പോകുന്നില്ല, നിൽക്കുന്നില്ല, അമ്മ മരിച്ചതിന് ശേഷം. അങ്ങനെ ഇതാ ചായപ്പരിപാടി. അതിനടുപ്പത്ത് ചോറ്, അതിനടുപ്പത്ത് അച്ഛനെ കുളിക്കാനുള്ള വെള്ളാട്ടോ. അത് ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പുമാവായതുകൊണ്ട് പെട്ടെന്നുണ്ട്. പൊടിയോ അല്ല, ഇത് വറുത്ത് വെച്ചതാണ്. പിന്നെ കടുക് ചട്ടി വയ്ക്കണു, എണ്ണ ഒഴിക്കണു, കടുക് ഇടണു, ഉള്ളിയും തൊടണു, പിന്നെ വെള്ളം ഒഴിച്ച് നമ്മളെ ഈ ഗോതമ്പ് നുറുക്കിട്ട് ഇളക്കുക. ഉപ്പുമാവ് റെഡി. ഒരടുപ്പത്ത് പഴം ഇട്ടിട്ട് പുഴുങ്ങണം. അങ്ങനെ ഇന്നെന്താ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ളത് അമ്മ മരിച്ച ദിവസമാണ്. അപ്പോൾ അവർ വാവൊരിക്കൽ എന്നൊക്കെ പറയാം. അതൊരു പരിപാടിയായിട്ടാട്ടോ. ഇതൊന്നും ഇഷ്ടമുള്ളതല്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കണത് എന്തോ അത് അവർക്ക് കഴിക്കാൻ കിട്ടും. അവർ മരിച്ചതിന് ശേഷം ഓരോ ആചാരങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ലാത്തതാണ്. അവരുടെ പേരും പറഞ്ഞിട്ട് നമ്മൾ കഴിക്കല്ലാണ്ട് അവർ വന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർ കുടിക്കുന്നതും കഴിക്കുന്നതും ഉണ്ടെച്ചാൽ അവർക്ക് ഉണ്ട്. അല്ലാണ്ട് പിന്നെ അവർ മരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നതോ കൊടുക്കുന്നതോ ഒന്നും ഒരു എന്താ പറയുക, എനിക്ക് യോജിപ്പില്ല. അതെന്തായാലും ഞങ്ങൾ പോട്ടെ. അപ്പോൾ ഇതാ അനിയത്തിയാണ്. അവളെ വകന് അവളാണ് രാവിലത്തെ ഉപ്പുമാവും പിന്നെ ചായപ്പരിപാടി. പിന്നെ ഉച്ചയ്ക്കുള്ളത് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാട്ടോ ഉണ്ടാക്കി. കറി ഉച്ചയ്ക്ക് ഞാനാട്ടോ മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അവരൊക്കെ നോക്കി നിന്നിട്ടുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയും. അവർ പറയട്ടെ. അങ്ങനെ ഇതാ ഉപ്പുമാവായി. അടുത്ത സെക്ഷൻ നമ്മുടെ പപ്പടം കാച്ചലാട്ടോ. പപ്പടം കൂടിയും കാച്ചിയാൽ എല്ലാവർക്കും ചായ കൊടുക്കാമല്ലോ. ചായ ഇവിടെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഉപ്പുമാവുമായി പപ്പടമായി, ഇലയിട്ടു, എല്ലാവരും ഇരുന്നു ചായയും കൊടുത്തു കേട്ടോ. ഇതൊക്കെ രസമാട്ടോ. പക്ഷെ അതിങ്ങനെയൊന്നും ഇപ്പം ഇല്ല. ഒക്കെ അവരോരോ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇഷ്ടമല്ല കേട്ടോ. അമ്മ വെച്ചതിന് ശേഷം അതുകൊണ്ട് തീരെ താല്പര്യമില്ല. എനിക്കിഷ്ടമേ ഇല്ല. ആരും ഇഷ്ടമല്ല. ആദ്യം എനിക്ക് എല്ലാവരും വേണമെന്നൊക്കെ ചിന്ത ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കറിയില്ല, വേണം, നമുക്കെല്ലാവരും വേണം. പക്ഷെ ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ടില്ല. ഒക്കെ അവരവരുടെ കാര്യം മാത്രം. നമ്മൾ പൈസേൻ്റെ ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. നമുക്ക് പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ബന്ധങ്ങളൊക്കെ കൂട്ടിപ്പിടിക്കും. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാന്ന് കണ്ടാൽ നമ്മൾ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ഞാൻ പഠിച്ചതാട്ടോ. കുറേ പഠിച്ചിട്ടുണ്ട്. ഓരോ ആശുപത്രി കേസും വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെച്ചാൽ എല്ലാവരും ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ആരും ഇല്ല. അല്ലെങ്കിൽ ആവട്ടെ. അപ്പോൾ എല്ലാവരും ചാടിക്കുക കേട്ടോ. നിങ്ങൾക്ക് പൊടിയില്ല. അങ്ങനെ അതാ നമുക്കിന്ന് പയറുപ്പേരുണ്ട്, മത്തനും മമ്പയറുണ്ട്, പിന്നെ കുമ്പളങ്ങയും ചേനയും കറി, പിന്നെ തൈര് പച്ചടി.
കൈപ്പഞ്ഞ അത് ഉപ്പേരിക്കുക കേട്ടോ. ഇത് ചേച്ചേട്ടനെ ഞാൻ അരിയാന്ന് പറഞ്ഞ് വാങ്ങി ഞാൻ അരിയാണ്. അവളിത് കുമ്പളങ്ങ കഷ്ണം അരിയും പോലെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും ഈ അങ്ങനെയല്ല അരിയ ഞാൻ അരിയാന്ന് പറഞ്ഞിട്ട് ഞാനെടുത്ത് അരിഞ്ഞു. ഇത് ഞങ്ങൾ കറിക്ക് തേങ്ങ നമ്മൾ അരച്ച് വെച്ചു. പിന്നെ നമ്മൾ വിചാരിച്ച് ഇഞ്ചിത്തൈര് പച്ചടിയല്ല ഇഞ്ചിത്തൈര് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തൈരുണ്ട്, പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഇട്ടും ചതച്ച് അരച്ച് തേങ്ങയിട്ട് അരച്ച് കടുകൊട്ട് ചിന്തി ഇഞ്ചി തൈരായല്ലോ, അതിനാട്ടോ ഇത്. അങ്ങനെ കറി ഇതാ നമ്മുടെ കുമ്പളങ്ങയും ചേനയും, പക്ഷെ ചേന വെന്തില്ല കേട്ടോ, ഇട്ടിട്ടൊരു കറി. മുളകും പൊടി ഇട്ടിട്ടില്ല, വെറും പച്ചമുളകും പിന്നെ തേങ്ങയും തൈരും അരച്ചൊഴിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ. വരണ്ട എനിക്ക് ഇങ്ങനെ ചോറ് വറുക്കാൻ അറിയില്ല കേട്ടോ. എനിക്കിങ്ങനെ കൊട്ടക്കായിട്ട് ഊറ്റാൻ അറിയുള്ളൂ. നമ്മൾ ചോറ് വറുത്തും പയറുപ്പേരിയായി കറിയായും. ഇത് കൈപ്പഞ്ഞ അച്ചാറാട്ടോ. അതിന് വേണ്ടിയിട്ട് കൈപ്പഞ്ഞ നല്ലതുപോലെ വെള്ളം പാർന്ന് തിളപ്പിച്ച് ഊറ്റി, പിന്നെ നമ്മൾ കടുകിട്ട് അച്ചാർ മുളകും പൊടി മഞ്ഞൾപ്പൊടി ശകലം പുളിയും ഉപ്പും ഇട്ടിട്ട്, സുർക്ക ഒന്നും ഇടുന്നില്ല കേട്ടോ, അച്ചാറപ്പൊടി ഇടുന്നില്ല. അങ്ങനെ ഒരു അച്ചാറും ഉണ്ടാക്കി കേട്ടോ. ഇതിപ്പോൾ കഴിക്കാൻ മാത്രം, പിന്നെ എടുത്തേക്കൊന്നുമില്ല, അത് കഴിക്കൂല കൈപ്പഞ്ഞല്ലേ. അപ്പോൾ ഇതിൻ്റെ കഴിപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തിളപ്പിച്ച് ഊറ്റുന്നത്. ഇത് നമ്മൾ മത്തനും മമ്പയറും അതുമായി കൈപ്പഞ്ഞുപ്പേരിയായി കറികളൊക്കെ ആയിട്ടോ. ഇനിയുള്ളത് ഇഞ്ചിത്തൈരാണ് ഉണ്ടാക്കാനുള്ളത്. ഇഞ്ചിത്തൈരും അച്ചാറും കറിൻ്റെ ഡ്യൂട്ടി ആട്ടോ, മറ്റേതൊക്കെ അവരുടെ ഡ്യൂട്ടി. അങ്ങനെ അച്ചാർ ഞാനെടുത്ത് ഒഴിവാക്കുക കേട്ടോ. അതിന് ആ ചെമ്പ് നമുക്ക് ആവശ്യമുണ്ട്. വെറുതെ വലിയൊരു ചെമ്പിൽ ശർക്കര, ആ മൂട്ടിൽ ശർക്കര അച്ചാറുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അച്ചാറൊക്കെ ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വയ്ക്കുക കേട്ടോ. ഇതിൽ എനിക്ക് ചോറ് കഴിക്കാനൊക്കെ പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് ചോറ് ഒരു നേരെ കഴിക്കാൻ പാടുള്ളൂ, എപ്പോഴൊന്നും ചോറ് കഴിക്കാനും പറ്റില്ല. അപ്പോൾ ആ പൂതി ഞാൻ മനസ്സിൽ വെച്ച് ചെമ്പ് ഒഴിവാക്കി. ഇനി അത് ഇഞ്ചി തൈരാട്ടോ. ഇഞ്ചി തൈര് നമ്മളിതാ പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു, മുളകിട്ടു, കരിവേപ്പിനിട്ടു. നമ്മൾ ഇഞ്ചിയും തൈരും തേങ്ങയും ചതച്ചതുണ്ടല്ലോ അതും കൂടി കൂട്ടി ഒഴിച്ച് മിക്സ് ആക്കുക. അങ്ങനെ നമ്മളെ സദ്യ വട്ടത്തിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞു. അങ്ങനെതാ ലാസ്റ്റത്തെ ഒരു കറിയും കൂടിയാണ് ഇഞ്ചിത്തൈര്. ഇത് ലാസ്റ്റ് ആട്ടോ. അതുപോലെ ആദ്യം ഇഞ്ചിത്തൈര് ഉണ്ടാക്കണില്ല, തേങ്ങയില്ല, തൈരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ പണിയൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ സമയം ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നപ്പോൾ അപ്പോൾ ആരോ പറഞ്ഞ് നമുക്ക് ഇഞ്ചിത്തൈര് ഉണ്ടാക്കുകയല്ലേ ചോദിച്ചപ്പോൾ പിന്നെ അങ്ങനെ ഇഞ്ചിത്തൈരും ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ചോറ് കൊടുക്കുക. ഇന്ന് കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവരിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുതല്ലേ, അപ്പോൾ പിന്നെ അവർക്ക് ഞങ്ങൾക്ക് എടുത്ത് വെച്ചിട്ട് ഞങ്ങൾക്കൊരു പാത്രത്തിൽ ഞങ്ങൾ മാറ്റി വെച്ചിട്ട് പിന്നെ അതൊക്കെ പിന്നെ അവർക്ക് കൊടുക്കുക കേട്ടോ. അവർക്ക് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ നോക്കിയെന്നാൽ കുട്ടികളെ എല്ലാവർക്കും വിശന്ന് കുടൽ കഴിയും.
അങ്ങനെ ഇനി ഭക്ഷണം കഴിക്കാനും വിളമ്പാനുള്ള യുദ്ധാട്ടോ ഇവിടെ. എല്ലാവരും കൂടിയിട്ട് അത് തുറന്ന ശ്രുതിയെ പപ്പടം ഇല്ല ഇച്ചൊരു പപ്പടം എടുത്ത ഇവിടെ ഇല്ലേ സത്യം പിടിക്കരുത്. ചോറ് തിന്നല്ലേ ഇവിടെ വേറെ ചോറ് വീഡിയോ ഇവിടെ വൈറലായിരുന്നു. ഇതാണ് മുഖം പൊത്തിയിരിക്കണ വയറ്. നല്ല ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വൈകുന്നേരത്തെ ചായ പരിപാടി കഴിഞ്ഞു. ഒരു കട്ടനും ചായയും കുടിച്ചു കേട്ടോ. പിന്നെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് രാത്രി ഒരു നേരത്തെ ചോറായാലും നമുക്ക് രാത്രി വിശക്കൂല. എല്ലാവരും മരുന്നും കാര്യമൊക്കെ ഉള്ളവരല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ചപ്പാത്തി ഉണ്ടാക്കാം. ഒരു ചപ്പാത്തിനും കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക കേട്ടോ. ചപ്പാത്തി പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കി കേട്ടോ. നമ്മൾ കുട്ടികൾക്കും ഞങ്ങൾക്കായിട്ട് മാത്രമല്ല, കുട്ടികൾക്കും എല്ലാവർക്കും ചപ്പാത്തി ആട്ടോ. ഒന്ന് എപ്പോഴും ഇല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ അല്ലേ ഉണ്ടാക്കുള്ളൂ. പിന്നെ എന്തെങ്കിലുമല്ലേ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് കൂടണുള്ളൂ. അങ്ങനെ ആദ്യം ഒന്നും വേണ്ട, ഒരു പഴം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയാം എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയും കാലൊക്കെ കുഴയും വറയ്ക്കും. തൈറോയിഡിൻ്റെ സർജറി കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ പല ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ പറയും ചപ്പാത്തി ഉണ്ടാക്കാം. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ ഇതുമ്മേ മല്ലിക്കെട്ടുണ്ടേ. അപ്പോൾ ഇതുമ്മേ ഒരു മഹായുദ്ധം നടക്കുക കേട്ടോ. നമുക്ക് 2 മാത്രം ഉണ്ടാക്കി ശരിയല്ല, നമുക്ക് കുറേ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കൽ. അതുകൊണ്ട് ഇതൊരു പുതുമയൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. ഇത് അനിയത്തിൻ്റെ മോനാട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവൾ പറയണേ ഞാൻ പറഞ്ഞു കൊടുക്കും, ഏട്ടനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് മോനെ ഭീഷണിപ്പെടുത്തുകയാണ്. അതൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല. അങ്ങനെ അതാ ചപ്പാത്തി അവനോട് കുറച്ച് മാവ് ചോദിക്കാറുണ്ട് കേട്ടോ. അവന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത് നമ്മളെ വീട്ടിലുള്ള ഗോതമ്പ് കഴുകി ഉണക്കി പൊടിച്ചതാട്ടോ. പിന്നെ നമുക്ക് കറി പച്ചപ്പട്ടാണിയാണ്. അതിന് തേങ്ങ വറുത്തരച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അത് കറി അവളുടെ ഡ്യൂട്ടി കേട്ടോ. ചപ്പാത്തി പരത്തുന്നത് ഞാൻ, ചുടുന്നത് ഒരാൾ. അങ്ങനെ അവളെ മകൻ സൂം ചെയ്തെടുത്താണ് എന്തായാലും അമ്മേനെ തേങ്ങ ചിരകുന്നത്. ഇതൊന്നും ഞാൻ അറിയില്ല. ഇത് നിങ്ങളെ അമ്മയും മകൻ നമ്മളെ ഒരിത്. അങ്ങനെ ചപ്പാത്തി കുഴച്ചിൽ ലാസ്റ്റത്തെ ഇതിക്കായിട്ടോ. ഇനി കുറച്ച് നേരം അടച്ച് വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിനൊന്നും നേരമില്ല, സമയം കുറേ ആയി. ഒരു 8 മണിയാകുമ്പോഴേക്കിന് ഭക്ഷണം കഴിച്ച് കഴിയണം അവിടെ. ഇവിടെ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിൽ ഒരു 8 മണിയാകുമ്പോഴേക്കും എല്ലാവരും ഭക്ഷണം കഴിക്കും. അച്ഛൻ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അച്ഛന് ചോറ് വേണം. അപ്പോൾ പിന്നെ അയിലേ ചോദിക്കും. അപ്പോൾ ഇത് പരത്തി കുഴച്ച് വയ്ക്കണേ ഞാൻ പരത്തലും ചുടലും കഴിച്ചു കേട്ടോ.
നമ്മൾ ചപ്പാത്തി പരത്തണ കല്ല്. ഇത് കുറേ വർഷം പഴക്കമുള്ളതാണ്. തലമുറകളായി കൈമാറി വന്നതാണ്. ഇത് പൈപ്പും കഷ്ണാണ് നമ്മളെ കുഴൽ. നിർക്കണ്ടേ ഇതാണ് നമ്മളെ ചപ്പാത്തിക്കല്ല്. കുഴല് ഇതാ ഒരു പൈപ്പും കഷ്ണമാണ്. ഇതാ നമ്മള് ഇതാക്കിയിട്ട് ചപ്പാത്തി ഇപ്പോൾ ചൂടുകയാണ്. ഇതൊക്കെയാണ് ചെറിയ ഒരുത്ത്. അടുത്ത ചപ്പാത്തിയും വെച്ചിട്ടുണ്ട്. ഇത് തീയെത്തുമ്പോൾ പുറത്തേക്ക് ചിലപ്പോൾ വരും. അതൊക്കെ എന്തായാലും വരും. അതുകൊണ്ടാണ് ഇത് എടുത്തുന്നല്ല, ചൂട്ടുക കുറച്ച് നീളമുണ്ട്. മതി. ചോറ്